കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാകിസ്ഥാനിൽ ജനസംഖ്യ കുതിച്ചു കയറുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈനംദിന ചെലവിലുള്ള പണത്തിനായി IMFന് മുന്നിൽ കൈനീട്ടുന്ന പാകിസ്ഥാന് ഇപ്പോൾ ഗർഭനിരോധനയുറയുടെ വില കുറയ്ക്കാനും രാജ്യാന്തര നാണയനിധിക്ക് മുന്നിൽ കെഞ്ചേണ്ടുന്ന സാഹചര്യമാണുള്ളത്. ലോകത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. ജനസംഖ്യ പെരുകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളി ഉയർത്തുമ്പോഴാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് IMFന് മുന്നിൽ എത്തുന്നത്. എന്താണ് ഷഹബാസ് ഷെരീഫിനെ അവിടെ വരെ എത്തിച്ച സാഹചര്യം? പാകിസ്ഥാനിൽ ജനനനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഗർഭനിരോധന ഉറയുടെ വില കുറയ്ക്കണമെന്ന ആവശ്യമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് IMFന് മുന്നിൽ വയ്ക്കുന്നത്. കോണ്ടത്തിന് നിലവിലുള്ള 18% നികുതി സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നും കുറയ്ക്കാൻ അനുവദിക്കണമെന്നുമാണ് പാക് സർക്കാർ IMFനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ആവശ്യത്തിന് ഒരു ഫലവും ഉണ്ടായില്ല. സർക്കാരിന്റെ അപേക്ഷ അന്താരാഷ്ട്ര നാണയനിധി നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ രാജ്യത്തിന് ജനന നിരക്ക് ഭീഷണിയാകുമ്പോഴാണ് പുതിയ നീക്കങ്ങൾ അവർ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിരുന്നു IMFനോട് ഈ നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത്. അടുത്ത ഫെഡറൽ ബജറ്റിൽ മാത്രമേ ഗർഭനിരോധന മാർഗങ്ങൾക്കുള്ള എന്തെങ്കിലും ഇളവുകളോ നികുതി ഇളവുകളോ പരിശോധിക്കാൻ കഴിയൂ എന്നതാണ് IMF ഇപ്പോൾ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. നിലവിലുള്ള ബെയിൽ ഔട്ട് പ്രോഗ്രാമിന് കീഴിലുള്ള പുതുക്കിയ വരുമാന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പാകിസ്ഥാൻ പാടുപെടുന്ന സാഹചര്യത്തിലാണ് IMF ഈ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ GST കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അനുവദിക്കാനാകില്ല എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സംസാരിക്കവേ IMF വ്യക്തമാക്കിയത്. ഈ കാര്യങ്ങൾ പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കിയാൽ മാത്രമേ വായ്പ നൽകാനാകൂ എന്നും IMF പാകിസ്ഥാനോട് വ്യക്തമാക്കി എന്നതാണ് പുറത്തുവരുന്ന വിവരം. സാനിറ്ററി പാഡുകളുടെയും ബേബി ഡയപ്പറുകളുടെയും GST കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ IMFന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചത് തിരിച്ചടിയാണ്. അപ്പോൾ എന്താണ് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളെന്ന് നോക്കിയാൽ ലോകത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്കാണ് പാകിസ്ഥാനിൽ രേഖപ്പെടുത്തുന്നത്. ഓരോ വർഷവും 60 ലക്ഷം കുട്ടികൾ ജനിക്കുന്നു എന്നാണ് കണക്ക്. പാകിസ്ഥാന്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് നിലവിൽ 2.55%. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദക്ഷിണേഷ്യയിൽ കഴിഞ്ഞ 20 വർഷമായി പ്രസവ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങൾ വലയുമ്പോൾ ജനസംഖ്യാ വർധനവ് വലിയ ഭീഷണിയായി തന്നെ മാറുന്നൊരു സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ സർക്കാർ കടന്നുപോകുന്നത്. IMFന്റെ പാക്കേജിലാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് കോണ്ടത്തിന്റെ നികുതി പരിഷ്കരണത്തിനടക്കം IMFന്റെ അനുവാദം തേടേണ്ട സ്ഥിതിയാണ് പാകിസ്ഥാന് ഉണ്ടായിട്ടുള്ളത്. കോണ്ടത്തിനൊപ്പം മറ്റ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാനുള്ള അപേക്ഷയും IMFന് മുന്നിൽ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ എന്താണ് ജനസംഖ്യ കൂടാനുള്ള കാരണങ്ങൾ? രാജ്യത്തെ മന്ദഗതിയിലുള്ള സാമൂഹിക സാമ്പത്തിക വികസനമാണ് പ്രധാന കാരണം. വിദ്യാഭ്യാസം, കുടുംബാസൂത്രണ പരിഷ്കരണങ്ങൾ എന്നിവയെ ഭരണകൂടം തന്നെ അവഗണിക്കുന്നു. ഇത് പാകിസ്ഥാനിൽ ജനസംഖ്യ കുതിച്ചുയരാൻ കാരണമായി. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്, ഉയർന്ന ശിശുമരണ നിരക്ക്, കുറഞ്ഞ വരുമാന വളർച്ച എന്നിവയാണ് ഈ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദാരിദ്ര്യം മറ്റൊരു ഘടകം. ദക്ഷിണേഷ്യയിൽ കഴിഞ്ഞ 20 വർഷമായി പ്രസവ നിരക്കിൽ മാറ്റമില്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. നിലവിൽ പാകിസ്ഥാനിൽ ഒരു സ്ത്രീക്ക് ശരാശരി 3.6 കുട്ടികൾ എന്ന നിരക്കാണുള്ളത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ശാക്തീകരണം, സാമ്പത്തിക പങ്കാളിത്തം എന്നിവയിൽ മാറ്റമുണ്ടാക്കാതെ ഈ സ്ഥിതി മാറില്ല എന്നതാണ് നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴത്തേത് വൈകി വരുന്ന ഇടപെടലാണ്. പാകിസ്ഥാൻ ജനസംഖ്യാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന പഠനങ്ങളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാജ്യത്തെ ജനസംഖ്യാ വളർച്ച ലഭ്യമായ വിഭവങ്ങളെ മറികടക്കുന്നു എന്നതാണ് സാഹചര്യം. പാകിസ്ഥാൻ പോപ്പുലേഷൻ ഉച്ചകോടിയിൽ ഈ വിഷയങ്ങൾ സജീവമായി തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ മുന്നറിയിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ IMFനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ അസ്തിത്വപരമായ പ്രതിസന്ധി എന്നതാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടിയന്തര ദേശീയ ശ്രദ്ധയും ഏകോപിപ്പിച്ച പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യമാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
ഗർഭനിരോധന മാർഗങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് കുറഞ്ഞ ചിലവിൽ അത് ഉറപ്പുവരുത്തുന്നതിനും ഒക്കെയുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷേ IMF മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു ചെന്ന പാകിസ്ഥാൻ ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അയൽ രാജ്യമാണ്, അവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും നമ്മളെയും ബാധിക്കാവുന്നതാണ്. തീവ്രവാദവും ഭീകരാക്രമണങ്ങളും ഒക്കെ പാകിസ്ഥാനിൽ കൂടി വരുന്നു എന്നതിൻ്റെ കണക്കുകളുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ ദാരിദ്ര്യം ഒരു കാരണമാണ്. ആഭ്യന്തര അസ്ഥിരത നേരിടുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നയിക്കുന്നതിൽ പ്രധാന കാരണം ആസൂത്രണമില്ലായ്മയാണ്. അപ്പോൾ ഭരണകൂടം യുദ്ധം ചെയ്യാനും മറ്റ് മോശം പ്രവർത്തികൾക്കും വേണ്ടി അവരുടെ സമയം മാറ്റിവെക്കുമ്പോൾ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാൻ, അവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയാതെ വരും. അതിൻ്റെ പ്രതിഫലനമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്.